അദ്ദേഹം ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്റെ ഓഫീസിലേക്ക് വന്നതാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കൂടെ വേറെ വക്കീലുണ്ട്. അദ്ദേഹമാണ് എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ചു. കൂടെ പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാനപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അത്രേ ഉള്ളൂ. നോക്കൂ, അത് ഞാനൊരു നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം. ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയം ഇരിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. അല്ലാതെ പിന്നീടൊരു തുടർച്ചയായ ചർച്ച എന്തെങ്കിലും നടന്നോ? അതിന് ശേഷം എന്തെങ്കിലും അവർ കോൺടാക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ ബി ജെ പി നേതാക്കൾ? ഇല്ല. അവരിപ്പോ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. ഇനി അവർ ഗോദയിലേക്ക് ഇറങ്ങാൻ പോവാണ്. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോട് ചില ദൌത്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അതുമായിട്ട് മുന്നോട്ട് പോകാം. എന്തൊക്കെയാണ് കാര്യത്തിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ജയിക്കണമല്ലോ. അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. MP രമേശിന്റെ ഭാര്യ ഇവര് സഹപ്രവർത്തകരാണ്, വക്കീലന്മാരാണ്. ആ ബന്ധമല്ലേ? അതാണ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അദ്ദേഹം ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഞാൻ എന്താ പറഞ്ഞ, ഞാൻ വീണ്ടും പറയുന്നു, ആസ് ആൻ അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ചെയ്യാൻ ശരിയല്ല. ഞാൻ പ്രൊഫഷനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു വെറും വക്കീല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല, 27 വർഷമായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ, കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. ഓടിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത്രേ ഉള്ളൂ. അല്ലല്ലോ, അല്ല ഇനി ഞാൻ ചോദിച്ചത് ഇപ്പൊ ആരൊക്കെയാണ് ഇറങ്ങി നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ മറ്റേ കുടുംബയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണമല്ലോ. വരുന്ന സമയത്തല്ലേ ഇറങ്ങുക. പ്രവർത്തനങ്ങളുണ്ടല്ലോ വിസിബിൾ ആയിട്ട്. ശരി. ആ